സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം അവസാനിപ്പിക്കുന്നു. അത് ജില്ലകളിലേക്ക് മാറ്റുന്നു. യെസ്, അതെ. അന്തിമ തീരുമാനമെടുക്കാൻ ആശമാർ ഇന്ന് 8:30 അടിയന്തര യോഗം ചേരുന്നുണ്ട്. യെസ്, സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സനിസയിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആശമാരുടെ സമരം തുടങ്ങിയിട്ട് നാളുകളേറെയായിരിക്കുന്നു. അപ്പോൾ ഈ സമരം ഇതേ രീതിയിൽ ഇങ്ങനെ തുടർന്നു കൊണ്ടുപോകുന്നതിന് പകരം ജില്ലാ ആസ്ഥാനങ്ങളിലേക്ക് സമരം മാറ്റുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. സമരമോ അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്നോ പിന്നോട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ഇനി എന്താണ് ഇവരുടെ തീരുമാനം? എപ്പോഴാണ് യോഗം നടക്കുക? ജിൽസി സൈഫു, ആശാ ഹെൽത്ത് വർക്കേഴ്സിന്റെ സമരം 265 ദിവസം പിന്നിടുകയാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇവർ തെരുവിൽ ഇത്രയും കാലം സമരം ചെയ്തതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇവർക്ക് ഈ സമരത്തിന് ഒരു ഫലം എന്നോണം ഇൻസെന്റീവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് അവരുടെ വിജയമായി തന്നെയാണ് അവർ കാണുന്നത്. ഇത്രയും കാലം 265 ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്ത് അവർ നേടിയെടുത്ത വിജയമായിട്ടാണ് കാണുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരണമോ എന്നതിലാണ് ഇന്നൊരു തീരുമാനത്തിലെത്താൻ പോകുന്നത്. അടിയന്തരമായി ആശമാർ യോഗം ചേർന്നിട്ടുണ്ട്. 8:30 ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. ജില്ലകളിലേക്ക് സമരം വ്യാപിപ്പിക്കാനായിരിക്കും തീരുമാനം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ ഇവരുടെ എല്ലാ ആവശ്യങ്ങളും ഇതുവരെ സർക്കാരുകൾ അംഗീകരിച്ചിട്ടില്ല. ഓണറേറിയം വർദ്ധിപ്പിക്കുക, 21,000 ആക്കി ഉയർത്തുക, അതുപോലെ തന്നെ ഇവരുടെ വിരമിക്കൽ ആനുകൂല്യമായിട്ട് 5 ലക്ഷം നൽകുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ആശാ വർക്കേഴ്സ് ഹെൽത്ത് അസോസിയേഷൻ 265 ദിവസം മുൻപ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ആരംഭിച്ചത്. എന്നാൽ ഇതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇവർക്ക് ഈ ഒരു സമരം കണ്ട് ഇവർക്ക് ഇൻസെന്റീവ് പ്രഖ്യാപിച്ചതോടെയാണ് ഈ സമരത്തിന്റെ ഒരു രീതിയിൽ ഒരു മാറ്റം വരുത്താൻ ആശമാർ തീരുമാനിച്ചിരിക്കുന്നത്. ചില്ലറ ദിവസമല്ല, 265 ദിവസമാണ് ഇവർ തെരുവിൽ പോരാട്ടം നടത്തിയത്. അങ്ങനെയാണ് സംസ്ഥാനത്ത് മാത്രമല്ല രാജ്യവ്യാപകമായ ഒരു മാറ്റം കൊണ്ടുവരാൻ ഇവർക്ക് കഴിഞ്ഞു എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇതിൽ ഈ സമര രീതികളിൽ മാറ്റം വരുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സമരം ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കും. തുടർന്നും ഇവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടരാൻ തന്നെയാണ് ആശമാർ തീരുമാനിച്ചത്. ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിലൊക്കെ അത് അവർ വ്യക്തമാക്കിയിരുന്നു. അവരുടെ ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഈ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ അവർ സമരം തുടരുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി ജില്ലകൾ കേന്ദ്രീകരിച്ചായിരിക്കും സമരം എന്ന ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം 8:30 ഉണ്ടാകും. തുടർന്ന് നാളെ വിജയദിനമായി ആഘോഷിക്കാനുള്ള സാധ്യതയും ഉണ്ട്. അത്തരത്തിലുള്ള വിവരങ്ങളാണ് നിലവിൽ ലഭിക്കുന്നത്. ജിൽസി സൈഫു. ശരി, സനിസയാണ് വിവരങ്ങൾ നൽകിയത്. 265 ദിവസം എന്ന് പറയും വിക്കട്ട ദിവസമൊക്കെ ആശമാർ ഈ സമരത്തിലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ തുടക്കത്തിലൊക്കെ നമ്മൾ എല്ലാ ദിവസവും വാർത്തകൾ നൽകുകയും പിന്നീട് അതൊരു യൂഷ്വൽ സമരമായി മാറുകയും ചെയ്തു. പക്ഷെ എന്നിട്ടും അവർ പിന്മാറിയിട്ടില്ല എന്നുള്ളതാണ്. അവരുടെ സമര വിജയം കൂടിയാണ്. പലതരത്തിലുള്ള അധിക്ഷേപങ്ങളൊക്കെ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. കുത്തിത്തിരിപ്പ് സമരം, മറ്റു പലതരത്തിലുള്ള അവഹേളനങ്ങളൊക്കെ CPM നേതാക്കളിൽ നിന്നൊക്കെ വാങ്ങി. പക്ഷേ എന്ന് പറഞ്ഞാൽ സംസ്ഥാനമല്ല കേന്ദ്രമാണ് അവർക്ക് കൂട്ടിക്കൊടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞപ്പോഴും അവസാനം അവർക്ക് മുന്നിലും സംസ്ഥാന സർക്കാർ മുട്ടുമടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. യെസ്, അതെ. 1000 രൂപയാണെങ്കിലും ഓണററിയും കൂട്ടി നൽകിയിരിക്കുന്നു. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അവർ ഇത്രയും കാലം ചെയ്ത ഒരു സമരത്തിന്റെ വിജയമായി തന്നെ അവർ കണക്കാക്കുന്നുണ്ട്. പക്ഷേ സമരം അവസാനിപ്പിക്കുകയല്ല, സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം മാറ്റുക.